ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ഡൗട്ട്, ഇപ്പം നിങ്ങൾക്കും ഉണ്ടായിരിക്കാം ഇങ്ങനൊരു സംശയം എന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ആംപ്ലിഫയർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബോർഡാണിത്. അതായത് നമ്മളുടെ ഫ്യൂടെക്കിൻ്റെ FT003 എന്ന് പറയുന്ന മിനി ഡീകോഡർ ബോർഡാണിത്. അപ്പം ഈ വലിയൊരു മിസ്റ്റേക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ആളുകളിൽ ഇത് വാങ്ങിക്കൊണ്ട് പോകുന്ന ആളുകളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ, അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് അറിയിക്കുക. അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ ഈ ആംപ്ലിഫയർ എല്ലാം ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ആമ്പെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്, ഈ ആംപ്ലിഫയർ നമ്മൾ ഓൺ ചെയ്ത് ഈ മിനി ഡീകോഡറുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ഇൻപുട്ട് കൊടുത്താലും നമുക്ക് അത് പ്ലേ ആകും, പക്ഷേ അത് സ്പീക്കറിനകത്തൂടെ അതിൻ്റെ വോയിസ് ഔട്ട് നമുക്ക് കിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് വേറൊന്നുമല്ല, ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, നമ്മളുടെ റിമോട്ട് കിറ്റിലേക്ക് പോകുന്ന ഒരു ഭാഗമാണിത്. അതായത് സ്വിച്ച് A-B ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. അതായത് ഇനിയും നിങ്ങൾ ഈ ആംപ്ലിഫയറുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഈ A-B എന്ന് പറയുന്ന രണ്ട് കണക്ഷൻ, അതായത് A-Bയിലും B എന്ന് പറയുന്ന കണക്ഷൻ എയിലും നിങ്ങൾ തിരിച്ചു കൊടുത്താൽ മതി. ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇവിടെ സോൾവ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്തെ ഒരു മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ഒന്ന് നിങ്ങൾ കണക്ഷൻ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ യാതൊരുവിധ അസൗകര്യവും കൂടാതെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു മിനി ഡീകോഡർ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന റിമോട്ട് കിറ്റുമായിട്ട് മെർജ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അത് വർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദം ആകും എന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.